കൊടുത്തിട്ടില്ലല്ലോ. വളരെ വിശദമായിട്ടൊരു പെറ്റീഷൻ ഇവിടെ പോലീസിൽ പരാതിയായിട്ട് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാതിരിക്കും. കാരണം ഈ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സ്ഥാപനം പിടിച്ചു തള്ളിയത് അവിടെ ഉണ്ടായ സംസാരം പാർട്ടിയുടെ നേതാവ് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവൻ വെച്ച് ആ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ഞാനിവിടെ പ്രൊഡ്യൂസായിട്ട് ഇന്ന് തന്നെ ആ പെറ്റീഷൻ കൊടുക്കണം. പോലീസ് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരാതിയായിട്ടുള്ള കാര്യം നമ്മളത് പരാതിയായിട്ട് തന്നെ എഴുതി കൺസേൺ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് സാബുവിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന കണക്കിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സഹകരണ മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ അനവധി സംഭവങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ സാക്ഷിയാവുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ആത്മഹത്യകൾ നടക്കുന്നത് ലോൺ എടുത്തിട്ട് അതടക്കാൻ കഴിയാതെ ജപ്തി വന്നിട്ടാണ് ആഴ്ചയിൽ ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ഒരു രക്തസാക്ഷിയുടെ സാധ്യത സ്വന്തമായി നിക്ഷേപിച്ച പണം ഒരാവശ്യഘട്ടത്തിൽ അതും ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോയി ചോദിച്ചിട്ട് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല വളരെ ക്രൂരമായി പെരുമാറുകയും ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിക്കുകയും വളരെ ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ നിന്നെ കൈകാര്യം ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്ന ഗുണ്ടായിസത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ സഹകരണ സംഘം പോയതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് സാബുവിൻ്റെ ഈ മരണം. ഇത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് എഴുതി തള്ളേണ്ട ഒരു വിഷയമല്ല. മനുഷ്യർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഏറ്റവും സേഫർ പോയിന്റ് എന്ന നിലക്കാണ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അതിൽ നിന്ന് ചെറിയ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. കച്ചവടം ചെയ്യാൻ ശേഷിയില്ലാത്തവർ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ, ഈ തരത്തിൽ വരുന്നവരൊക്കെ ഒരു നിലക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കും. മറ്റൊരു രീതിയിൽ നമുക്കാർക്കും ഈ പണം വീട്ടിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. വിദേശത്ത് പോയി സമ്പാദിച്ച് കൊണ്ടുവന്ന പണം ഒരു 2% ഇൻട്രസ്റ്റ് അധികം കിട്ടും എന്ന കണക്കിലാണ് ഈ സഹകരണ സംഘങ്ങളിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നത്. ആ പണമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കൊള്ളയടിക്കപ്പെടുന്നത്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള സംഭവങ്ങൾ ഒരു കരുവന്നൂരല്ല, അനവധിയായ കരുവന്നൂർ ബാങ്കുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ വലിയ പ്രക്ഷോഭം 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങാൻ പോവുക. കരുവന്നൂരിനേക്കാളും വലിയ തട്ടിപ്പ് മലപ്പുറത്ത് നടന്നില്ല. ഏറ്റവും അതിൻ്റെ അവസാനത്തെ തെളിവുകളടക്കം നമുക്ക് ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സഹകരണ സംഘം എന്താണ്? സഹകരണ സംഘം 950കളിൽ ഈ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. ഇതിൻ്റെ പേര് പരസ്പര സഹായ സഹകരണ സംഘം എന്നാണ്. നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ പേര് പറയുന്നു. ആ പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ 2%-നും 4%-നും ഒരു ഗ്രാമത്തിലെ കർഷകർക്ക്, അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരെ കയ്യിലുള്ള 500-ഉം 1000-ഉം ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം വരുമ്പോൾ അവർക്ക് ലോണ് കൊടുത്ത് പരസ്പരം സഹായിച്ചു പോയിരുന്ന ഒരു സംവിധാനത്തെ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ദേശീയ ബാങ്കുകൾ അന്തർദേശീയ ബാങ്കുകളുടെ നിലവാരത്തിനപ്പുറമാണ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ. 6%, 7% പലിശയുണ്ടായിരുന്നത് 14%-വും 12%-വും പിഴപ്പലിശ അടക്കം 18% ആക്കി മനുഷ്യർക്ക് തിരിച്ചടക്കാൻ കഴിയാതെ സ്വന്തം വീടുകൾ, ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിൽ നിന്ന് ജപ്തി ചെയ്യുകയാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് വൽക്കരിച്ചു CPM. എവിടുന്നാണ് ഈ പൈസ? ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ രക്തം ഊറ്റിയെടുക്കുകയാണ് ഈ 12, 15, 18%. എന്നിട്ട് അവർക്ക് വലിയ കെട്ടിടങ്ങൾ, എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് റൂമുകൾ, വലിയ വാഹനങ്ങൾ, വലിയ TAD, അന്തർദേശീയ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും വലിയ ശമ്പളം പറ്റുന്ന കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഈ ഒരു നിലവാരത്തിലേക്ക് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വിച്ഛേദിച്ചിട്ട് ഈ പറയുന്ന കോർപ്പറേറ്റിസത്തിലേക്ക് മാറ്റി. അപ്പം എന്തായി? പണമെടുത്ത് തിരിമറി. സഹകരണ സംഘങ്ങൾ വലിയ കച്ചവടക്കാരാണ്, നിങ്ങൾക്കെന്നെ അറിയാം. ഇവിടെ പാർക്കുകൾ ഉണ്ടാക്കുന്നു, കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും മുമ്പ് കേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഈ പണങ്ങളെല്ലാം ഓരോ ബാങ്കിലുള്ള പണങ്ങൾ ആ പണം നിക്ഷേപിച്ച വ്യക്തി വരുമ്പോൾ തിരിച്ചു കൊടുക്കാൻ
പറ്റാത്ത അവസ്ഥ വരുന്നതിന്റെ കാരണം എന്താ? പണം മുഴുവൻ പുറത്താണ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണ്. അങ്ങനെ ഒരു ബാങ്കിങ് സംവിധാനം ലോകത്തെവിടെയും കാണില്ല. പണം നിക്ഷേപിച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പണം തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന വാദം പാർട്ടി ഇവിടെ CPM ഉയർത്തുകയാണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ 50% ഇമ്മീഡിയറ്റ് ആയിട്ട് ലോൺ കൊടുക്കാനുള്ള ഫെസിലിറ്റിയിലുണ്ട്. ഇവര് ആകെ ചികിത്സയ്ക്ക് ചോദിച്ച 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ കൊടുക്കാതെ സാബു എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ച് ആക്രമിച്ച് മരണത്തിലേക്ക് തള്ളിയിടുക. മക്കളോട് പറയാണ്, നമ്മൾ പെട്ടുപോയി മക്കളെ, ഭാര്യയോട് പറഞ്ഞത്, നമ്മൾ പെട്ടുപോയി, അതൊരു സ്ഥാപനമാണ്, നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്, നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. കരുവന്നൂരിലൊക്കെ വന്ന വാർത്തകൾ ശരിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ ബോധ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ജീവിതം അന്ധകാരത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രിയപ്പെട്ട സാബു നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. ഇതിന്റെ ഭീഷണി അതോടൊപ്പമുണ്ട്. ജീവിക്കാൻ അനുവദിക്കില്ല, നില കൈകാര്യം ചെയ്യുമെന്നല്ലോ സാബു അതിൽ കേണപേക്ഷിച്ച് പറയുന്നുണ്ട്. എനിക്കങ്ങനെ അറിയില്ല, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല. ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാമെന്ന് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പറയുന്നുണ്ടല്ലോ. നേതാവിനെ പ്രതി ഞങ്ങൾക്കതൊന്നും കാണണ്ട, നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ പറയുക സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘങ്ങൾ ഗുണ്ടാ ആളുകളെ വെച്ചിട്ടായിരുന്നു പിരിവ് നടത്തിയിരുന്നു, കാര്യങ്ങൾ നടത്തിയിരുന്നു. ആ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് CPM പോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിന്റെ മരണം. അല്ല, CPM തള്ളിപ്പറയില്ല. GPF എന്താ പറയുന്നത്? ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, സാബുവിന്റെ കുടുംബത്തോടൊപ്പം. നവീൻ ബാബുവിന്റെ കേസിൽ എന്തായിരുന്നു? അവസാനം വരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അവര് ആ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോയിട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യക്ക് ഒരു പ്രശ്നമില്ല, പാർട്ടിയിലെ തിരിച്ചെടുത്തു, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലും പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ. ഒരു വാക്ക് പാളിപ്പോയി, അദ്ദേഹം പറയുന്നതാ. അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ല, ഒരു വാക്ക് പാളിപ്പോയി. ആ ഒരു വാക്ക് പാളിയെന്ന് അവരംഗീകരിക്കുമ്പം ഒരു കുടുംബം അനാഥമാവുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞൊരു അരമണിക്കൂർ നേരത്തോളം ആ ശവശരീരം കെട്ടിപ്പിടിച്ച ബാങ്കിന്റെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ സ്ഥിതി? ഇന്നലെ പോലീസ് എടുത്തു പോയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ക്ലിയർ അല്ല. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ അവർക്ക് അനുമതി കൊടുത്തിട്ടില്ല. അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചു, അവർ കുറിച്ചെടുത്തു, അവരെ സൗകര്യം പോലെ അത് എഴുതി പോകും. അപ്പൊ ഞാൻ ഇന്ന് ഈ കുടുംബത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, അവർ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകേണ്ടതുണ്ട്. ഭർത്താവിനെ ആക്രമിച്ചതിന്, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയതിന്, ഇവരെ ഭീഷണിപ്പെടുത്തിയതിന്, ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതിന്, പണം തിരിച്ചു നൽകാതിരുന്നതിന് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരിൽ 307 അല്ലെങ്കിൽ 302 കൊലപാതകമാണിത്. കൊലപാതകമാണ്. 302 ചാർജ് ചെയ്യണം. 302 ഇട്ടുകൊണ്ട് FIR ഇട്ട് കേസ് അന്വേഷിക്കേണ്ട ഒരു കേസ് പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞ് വന്ന പോലീസുകാർ അവരുടെ സൗകര്യത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി പരാതിക്കാരിയായ കുടുംബിനിയോട് അതൊന്ന് വായിച്ചു നോക്കാൻ പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെയാണ് പോലീസ് പോയിട്ടുള്ളത്. ഇത് തന്നെയായിരുന്നു ദിവ്യ കേസിൽ, നവീൻ ബാബു കേസിൽ നടന്നത്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടത്തുന്നതിന് മുമ്പ് കുടുംബത്തെ അറിയിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് കുടുംബം വിളിച്ചു, ഞങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്തില്ല. ആ പറയുന്ന ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടില്ല. ഒരു എന്താ പറയുക 6 മണിക്കൂർ കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ അവർ തേച്ചു മാറ്റി കളഞ്ഞു കേരളത്തിലെ പോലീസ്. അതേ പോലീസ് തന്നെയാണ് കേരളത്തിൽ ഒട്ടാകുള്ളത്. ആ പോലീസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവർക്ക് ഈ പോലീസാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരിക്കലും നീതി കിട്ടുന്ന ലക്ഷണമില്ല. ഇവർക്ക് നാളെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. ആ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഈ പെറ്റീഷൻ അതിൽ നിർണായകമാകും. അതുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്പ് അവരെടുക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ അവരുടെ കുടുംബത്തോട് സൂചിപ്പിച്ചു.